നമുക്കിന്ന് ഇതുവരെ നമ്മൾ കളിക്കാത്ത ഒരു അടിപൊളി ഗെയിം കളിക്കാം. ഏതാണെന്ന് ഇപ്പൊ ചോദിക്കരുത്. എല്ലാവരും വന്നിട്ട് ദേവയും രാമുവും ഒക്കെ വന്നിട്ട് ഞാൻ പറയാം. എന്ത് ഗെയിമാണ് എന്നോടൊന്ന് പറയടാ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ കളിക്കാറുള്ളതല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ ലക്കി. ഞങ്ങളോട് പറ, അത്ര സസ്പെൻസ് ഉള്ള ഗെയിം ഏതാണെന്ന് ഞങ്ങളോടൊന്ന് പറയടാ. അത് സീക്രട്ട് ഗെയിമാ, പ്രേതത്തിന്റെ. അടിപൊളിയാ. പക്ഷെ പറഞ്ഞാലൊക്കെ നിങ്ങൾ ഞെട്ടും. പ്രേതത്തിന്റെ ഗെയിമോ? അതെന്ത് ഗെയിമാ ലക്കി? ഹലോ ഹലോ ഹായ്, ഞാൻ വന്നു. നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നേ? ദേവ വന്നു. അമ്മ ഫുഡ് കഴിക്കാതെ വിട്ടതേ ഇല്ല. ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ട്. അവരും കൂടി വന്നിട്ട് എന്താ ഗെയിം ഞാനും എത്തി. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? എന്ത് ഗെയിമാ ഇന്ന് കളിക്കുന്നേ? പറ. ഒന്ന് വേഗം പറ. ഞാൻ അമ്മയുടെ അടുത്ത് കണ്ണു പിടിച്ച് ഓടിപ്പോന്നതാ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാ ഓജോ ബോർഡ് ഗെയിം. എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരു കളിയാ. നമ്മുടെ ക്ലാസ്സിൽ അന്ന് മരിച്ചു പോയ പ്രാണിയില്ലേ, അവളെ ഒന്ന് വിളിച്ചു നോക്കാം. വരുമോന്ന് അറിയാലോ. അയ്യോ അയ്യോ, അതൊന്നും വേണ്ട. അങ്ങനത്തെ ഗെയിമൊന്നും കളിക്കണ്ട. പേടിയാ. നമുക്ക് പേടിയാവൂ രാത്രിയിലൊക്കെ. ഇതൊക്കെ കളിയല്ലേ എന്റെ റോമ. അതിന് ഇത്ര പേടിക്കാനുണ്ടോ? ഒരു പേടിയില്ലേ? എനിക്കൊരു പേടിയില്ലല്ലോ. അതെ അതെ, നമുക്കത് ചുമ്മാ കളിച്ചു നോക്കാം. എല്ലാവരും കളിക്കുന്നത് കാണാം. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ? പേടിക്കണമെന്നേ. അതിന് ആദ്യം തന്നെ ഓജോ ബോർഡ് വേണം, കാൻഡിൽസ് വേണം. അതൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം. എല്ലാം കിട്ടി. ഓജോ ബോർഡ് കിട്ടി. ഇനി കാൻഡിൽസ് അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അമ്മ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാ നമുക്കത് ഇവിടെ വെക്കണം. പിന്നെ കോയിൻസ് വേണം. എന്നാലേ അതെല്ലാം കംപ്ലീറ്റ് ആവും. ഇതൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായിട്ട് വയ്യ. ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. നല്ല രസമുള്ള കളി കേട്ടോ റോമ. നീ ഇവിടെ നിന്നാലേ നിനക്കിതൊക്കെ കാണാൻ പറ്റൂ. ഇവിടെ നിൽക്ക്, പോവല്ലേ. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് പോവാലോ. കാൻഡിൽസ് കിട്ടുന്നത് വരെ ഇത് എങ്ങനെയാ കളി എന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ബോർഡിന്റെ പേര് ഓജോ ബോർഡ് ഗെയിം. പിന്നെ ഇതിൽ A to Z ആൽഫബറ്റ്സ് ഉണ്ട്. അതുപോലെ യെസ് ഉണ്ട്, നോ ഉണ്ട്. അപ്പൊ നമ്മൾ ഹേ സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യെസിലോട്ട് പോകും, ഇല്ലെങ്കിൽ നോയിലോട്ട് പോകും. നമ്മൾ ഗുഡ് സ്പിരിറ്റ് ആണ് വിളിക്കുന്നതെങ്കിൽ നല്ല ആത്മാവ് വരും. ബാഡ് സ്പിരിറ്റിനെ വിളിക്കുന്നതെങ്കിൽ ചീത്തത് വരും. പക്ഷെ ഒക്കെ രസമായിരിക്കും. വരുമ്പോഴുള്ള സൗണ്ടും എല്ലാം നമ്മൾ ഇതിൽ ഫീൽ ചെയ്യും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ കാൻഡിൽസ് റെഡിയായി. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫുൾ ഇരുട്ടായിരിക്കണം. യാതൊരു വിധത്തിലുള്ള വെളിച്ചവും ഉണ്ടാവാൻ പാടില്ല. കോയിൻസും കാൻഡിൽസിന്റെ ലൈറ്റും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ആക്കിയാലോ? റോമ, ജാനറ്റ്, പേടിക്കണ്ട. ഇവിടെ ലൈറ്റ് ഓഫ് ആക്കാൻ പോവുകയാണ്. എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കുക. പേടിക്കണ്ട. അപ്പൊ നമ്മള് ഗെയിം സ്റ്റാർട്ട് നൗ. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. ഇവിടെ മൊത്തം ഇരുട്ടായല്ലോ. കാൻഡിൽസ് എങ്കിലും ഒന്ന് കത്തിക്ക്. എനിക്ക് പേടിയായിട്ട് വയ്യ. എന്റെ അമ്മേ അമ്മേ. റോമ, കാൻഡിൽസ് ഇപ്പൊ കത്തിക്കോ. നീ പേടിക്കല്ല റോമ. അപ്പൊ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാണേ. ആത്മാവ് ഉണ്ടോന്ന് നമ്മൾ ചോദിക്കാൻ പോവാണ്. ഉണ്ടെങ്കിൽ കോയിൻ യെസിലോട്ട് പോകും, ഇല്ലെങ്കിൽ നോയിലോട്ട് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇവിടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന്. അത് കണ്ട് ആരും പേടിക്കരുത്. ധൈര്യത്തോടെ അവിടെ തന്നെ ഇരിക്കണം. നമുക്കിത് ആരാണെന്നും കൂടി അറിയാലോ.